മുത്തശ്ശി, ഇന്ന് എനിക്ക് രാജകുമാരൻ്റെ കഥ പറഞ്ഞുതരോ? പറഞ്ഞു തരാമല്ലോ, പറയട്ടെ. പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. ദുഃഖം എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ജനങ്ങളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഉരുക്കുകൊണ്ടുള്ള ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി. ആ പ്രതിമ എല്ലാവരും കാണാൻ വേണ്ടി ആ രാജ്യത്തിൻ്റെ നടുക്ക് കൊണ്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെ രാജാവിൻ്റെ പ്രതിമ അവിടെ നിന്നപ്പോൾ അക്കാലത്ത് ഒരു ശൈത്യകാലം വന്നു. ശൈത്യകാലം എന്ന് വെച്ചാൽ തണുപ്പ് കാലം. ആ തണുപ്പ് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന കുരുവികളെല്ലാം പറന്ന് ഈജിപ്തിലേക്ക് പോയി. മറ്റുള്ള കുരുവികളുടെ കൂട്ടത്തിൽ പോകാതെ ഇരുന്ന ഒരു കുരുവി ഈ രാജാവിൻ്റെ കാലിൻ്റെ പാദത്തിൽ വന്നിരുന്നു. എന്നിട്ട് ആ കുരുവി സ്വന്തം പറയുകയാണ്, ഓ, എനിക്കിന്ന് സ്വർണം കൊണ്ടുണ്ടാക്കിയ കിടപ്പുമുറിയാണല്ലോ കിട്ടിയത്. അപ്പോൾ കുരുവിയുടെ തലയിലേക്ക് തുള്ളി തുള്ളിയായി വെള്ളം വീണു. ഇത് മഴക്കാലമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എൻ്റെ തലയിലേക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്നത്? കുരുവി ആശ്ചര്യത്തോടുകൂടി മേലോട്ട് നോക്കി. അപ്പോഴാണ് രാജാവിൻ്റെ കണ്ണിൽ നിന്നും തുള്ളി തുള്ളിയായിട്ട് കണ്ണുനീര് താഴോട്ട് വീഴുന്നത് കുരുവി കണ്ടത്. കുരുവി പറന്ന് രാജാവിൻ്റെ തോളിൽ ചെന്നിരുന്നു. എന്നിട്ട് രാജാവിനോട് ചോദിച്ചു, നീ ആരാണ്? നീ എന്തിനാണ് വിഷമിക്കുന്നത്? മുത്തശ്ശി, അപ്പ രാജാവ് എന്താ പറഞ്ഞേ? ഞാൻ ഈ രാജ്യത്തെ സന്തോഷവാനായ രാജാവായിരുന്നു, പക്ഷെ എനിക്കിന്ന് ദുഃഖമാണ്. അതെന്തിനാ മുത്തശ്ശി? അന്ന് ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ പ്രജകളെ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഇന്ന് അവരുടെ ദുഃഖം കണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. കുഞ്ഞിക്കുരുവി, നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? അയ്യോ, എനിക്ക് ഈജിപ്തിലേക്ക് പോകണം. തണുപ്പ് കൂടിയാൽ ഞാൻ മരവിച്ച് ചത്തുപോകും. എങ്കിൽ കുരുവി, ഒരേ ഒരു ഉപകാരം എനിക്ക് ചെയ്തിട്ട് പോകാവോ? ശരി, ഈ ഒരു ഉപകാരം മാത്രം ഞാൻ ചെയ്യാം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? രാജാവ് അങ്ങോട്ട് നോക്കിയപ്പോഴേ അവിടെ ഒരു കുഞ്ഞ് കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നു. എന്തിനാണെന്നറിയാം കുഞ്ഞ് കരയുന്നേ? അതിന് വിശന്നിട്ട് അതിന് കഴിയുന്നില്ല. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട് അമ്മയും കരയാൻ തുടങ്ങി. എന്നിട്ട് രണ്ടുപേരും കരഞ്ഞ് കരഞ്ഞ് അവിടെ ഇങ്ങനെ മയങ്ങിക്കിടന്നു. അത് രാജാവ് കുരുവിയെ കാണിച്ചു കൊടുത്തു. ആ തളർന്നു കിടക്കുന്ന അമ്മയുടെ അടുത്ത് എൻ്റെ വാളിലെ ഒരു രക്തം എടുത്തു കൊണ്ട് കൊടുക്കാവോ നിനക്ക്? ശരി, ഞാൻ കൊണ്ട് കൊടുക്കാം. കുഞ്ഞിക്കുരുവി വാളിൽ നിന്നൊരു രത്നം എടുത്ത് അമ്മയുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് പോന്നു. തിരിച്ചു വന്ന കുഞ്ഞിക്കുരുവി രാജാവിനോട് പറഞ്ഞു വളരെ സന്തോഷത്തോടെ, ഇത്ര ഭയങ്കര തണുപ്പായിട്ടും എനിക്ക് വലിയ ചൂട് തോന്നുന്നു. ഒരു പാവപ്പെട്ട ആളിനെ സഹായിച്ചതിൻ്റെ പ്രതിഫലമാണ് നിനക്കത് ചൂടായിട്ട് തോന്നിയെന്ന് രാജാവ് പറഞ്ഞു. എങ്കിൽ ശരി, നാളെ രാവിലെ തന്നെ ഞാൻ പോകും. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ എനിക്ക് ഒരു ഉപകാരം കൂടെ ചെയ്തിട്ട് പോകാവോ? ദാ നീ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു നോവൽ എഴുത്തുകാരൻ ഇരുന്ന് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കഥ പൂർത്തിയാക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് പണം വീണ്ടും വേണം. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അയാൾ വിഷമിച്ചവിടെ ഇരിക്കുകയാണ്. എൻ്റെ കണ്ണ് ചുഴഞ്ഞെടുത്ത് ആ ആളിന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അയ്യോ, കണ്ണോ? കണ്ണ് കൊടുത്താൽ പിന്നെ രാജാവിന് കാണൂലല്ലോ. സാരമില്ല, എനിക്കൊരു കണ്ണുണ്ട്, അത് വെച്ച് ഞാൻ കണ്ടോളാം. ശരി എന്ന് പറഞ്ഞിട്ട് കുരുവി ആ കണ്ണെടുത്ത് കൊണ്ടുവന്ന് ആ എഴുത്തുകാരന് കൊണ്ട് കൊടുത്തു. രത്നം കിട്ടിയ എഴുത്തുകാരന് വളരെ സന്തോഷമായി. എഴുത്തുകാരൻ വിചാരിച്ചു അയാളുടെ ഏതോ ഒരു ഫാൻ തന്നതാണെന്ന്. കുരുവി വീണ്ടും രാജാവിനോട് പറഞ്ഞു, എങ്കിൽ ഇനി ഞാൻ പൊയ്ക്കോട്ടെ. നീ എനിക്ക് ഒരു ഉപകാരം കൂടെ ചെയ്യണം. കുട്ടി ഇരുന്ന് കരയുന്നത് കണ്ടോ? തീപ്പെട്ടി വിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടോ? പെൺകുട്ടി. അവളുടെ കയ്യിലിരുന്ന തീപ്പെട്ടിയെല്ലാം വെള്ളത്തിൽ പോയി. അവൾക്ക് സങ്കടമായി. വീട്ടിൽ ചെന്നാൽ അച്ഛൻ എന്നെ തല്ലും. ഞാനിനി ഇപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്നോർത്ത് അവൾ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. കുരുവി, നീ എൻ്റെ മറ്റേ കണ്ണും എടുത്ത് ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കുരുവി പറഞ്ഞു, അയ്യോ, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒന്നും കാണൂല. അത് സാരമില്ല, നീ ഉണ്ടല്ലോ എനിക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞു തരാൻ. കുരുവി രാജാവിനോട് പറഞ്ഞു, അയ്യോ, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, തീരെ തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പോകണം. ഈ ഒരു ഉപകാരം കൂടെ ചെയ്താൽ ഞാൻ എന്തായാലും പോകും. കുരുവി അങ്ങനെ ആ രത്നം കൂടിയെടുത്ത് കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. ആ കുട്ടിക്ക് വളരെ സന്തോഷമായി. കുരുവി വീണ്ടും തിരിച്ച് രാജാവിൻ്റെ അടുത്ത് വന്നു. കുരുവിക്ക് രാജാവിൻ്റെ
അവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. കുരുവി അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും ഞാൻ നിന്നെ വിട്ടുപോകും. പക്ഷേ രാജാവ് പറഞ്ഞു, തണുപ്പ് കൂടി വരികയാണ്, നീ എത്രയും വേഗം പൊയ്ക്കോളൂ. ഞാൻ പോവില്ല, ഈ നഗരത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു തരാം. അങ്ങനെ ആ രാജ്യത്ത് വേദനിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ വന്ന് കുരുവി രാജാവിനോട് പറഞ്ഞു കൊടുത്തു. വിഷമിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലുള്ള സ്വർണ്ണ തൂവലുകൾ ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കുവാൻ കുരുവിയെ ഏൽപ്പിച്ചു. കുരുവി അങ്ങനെ അവിടെയുള്ള പാവപ്പെട്ടവർക്ക് മുഴുവൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലുള്ള സ്വർണ്ണ തൂവലുകൾ കൊണ്ടു കൊടുത്തു. രാജാവിൻ്റെ കണ്ണുകളും വാളും രക്ത തൂവലുകളും എല്ലാം പോയപ്പോൾ രാജാവിൻ്റെ രൂപം വികൃതമായിപ്പോയി. കുരുവിക്ക് മനസ്സിലായി, ഈ അതികഠിനമായ തണുപ്പ് മൂലം താൻ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് രാജാവിൻ്റെ അടുത്ത് പോയി കുരുവി യാത്ര ചോദിച്ചു. അപ്പോൾ രാജാവ് എന്താ കുരുവിയോട് പറഞ്ഞതെന്നറിയാമോ? നീ ഇപ്പോഴെങ്കിലും ഒരു നല്ല തീരുമാനം എടുത്തല്ലോ. നീ ചെയ്തു തന്ന എല്ലാ നല്ല ഉപകാരങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. വേഗം പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ ആ പാവം കുരുവി തണുപ്പ് മൂലം മരിച്ച് രാജാവിൻ്റെ പാദത്തിലേക്ക് വീണു, തോളിൽ നിന്ന്. ഒരു നിമിഷം രാജാവിന് പെട്ടെന്ന് മനസ്സിലായി, ആ പ്രതിമയുടെ ഉള്ളിൽ നിന്നും, ഉരുക്ക് പ്രതിമയാണ്, അതിൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു. ഈയം കൊണ്ടുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഹൃദയം രണ്ടായി പിളർന്നു. പിറ്റേ ദിവസം അതുവഴി പോയ ആ രാജ്യത്തിൻ്റെ മേയർ ഈ പ്രതിമയുടെ അവസ്ഥ കണ്ട് പറഞ്ഞു, എത്ര വൃത്തികേടായിരിക്കുന്ന ഈ പ്രതിമ, നഗരത്തിനൊരു അഭംഗിയാണ്, ഇത് പൊട്ടിച്ച് താഴെ കളയണം. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ആ പ്രതിമ പൊട്ടിച്ച് താഴെയിട്ടു. യഥാർത്ഥ സ്നേഹം മരണത്തെ വരെ തോൽപ്പിക്കും, അല്ല മുത്തശ്ശി? അതേ മോളെ. ഒരു യുഗം ഇവിടെ വീണുടഞ്ഞു, മാനവനെ കണ്ടവനെ ഇനി ആര് കാണൂ? മാനവന്റെ മനസ്സറിഞ്ഞ മാനവനല്ല, മാനവനേക്കാൾ ശ്രേഷ്ഠമായ കല്ലു പ്രതിമ.